എല്ലാവരും ഊട്ടിയിലോട്ട് ടൂർ പോകുന്നവരാണ്. ഊട്ടിയിലോട്ട് ടൂർ പോകുന്ന പറഞ്ഞാൽ അങ്ങനെ ഊട്ടി എന്നാണ് കേട്ടാണ്ട് ഊട്ടിയിലോട്ട് ഒറ്റൊരു പോക്കാ. എന്നിട്ട് ഊട്ടിയിലെത്തി അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനും ബോട്ട് ഹൗസൊക്കെ കയറിയിട്ട് നമ്മൾ ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരും. നമ്മളെ ഊട്ടി അത്രേ ഉള്ളൂ. പക്ഷെ ശരിക്കും ഊട്ടി എന്ന് പറഞ്ഞത് അത്രയല്ല. ഊട്ടിയിലോട്ട് പോകുമ്പോൾ തന്നെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഊട്ടിയിലെത്തിയിട്ട് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ഊട്ടിയിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് കാണാനുള്ളത്, ഊട്ടിയിലെത്തിയിട്ട് എന്തൊക്കെ കാണാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലാണ്. നമ്മളിപ്പോൾ നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലാണുള്ളത്. ഏകദേശം 10 രൂപയാണ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഏകദേശം 10 മിനിറ്റോളം ഇങ്ങോട്ട് നടന്നാൽ ഈ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും. മനോഹരമായ ഒരു വ്യൂ പോയിന്റാണിത്. ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണാം. നമ്മളെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൈക്കര വാട്ടർഫാൾസാണ്. നമ്മളെ ഊട്ടി റോഡിൽ വണ്ടി നിർത്തി വെച്ചിട്ട് റോഡ് സൈഡിൽ തന്നെ വണ്ടി അവിടെ പാർക്കിംഗ് ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം 300 മീറ്ററോളം അവിടെ നടക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൈക്കര വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളാണ്. ഇതാണ് നമ്മളെ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് പോകുമ്പോഴുള്ള നമ്മളെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് നമ്മളെ ഈ പൈക്കര വാട്ടർഫാൾസാണ്. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. സമയം 8:30 മുതൽ 5:30 വരെയാണ് ടൈമിങ്. ഇതിലോട്ട് പോകുന്നവരെന്തായാലും ഈ പൈക്കര വാട്ടർഫാൾസ് ഒന്ന് കാണേണ്ടതാണ്. ഈ പൈക്കര വാട്ടർഫാൾസിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് പൈക്കര വാട്ടർഫാൾസിൻ്റെ കുറച്ച് അടിപൊളി വിഷ്വൽസ് ഞാൻ കാണിച്ചു തരട്ടെ. അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിട്ടോ. നമ്മൾ 3ാമത്തെ ഡെസ്റ്റിനേഷൻ എത്തി. ഇത് നമ്മളെ വെൽനോക്സ് ഡൗൺ ഹിൽ 9th ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറയും. ഊട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു ഷൂട്ടിംഗ് പോയിന്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ആയിരിക്കുമല്ലോ, കാരണം പല ഫിലിമുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇത്, ഊട്ടിയിൽ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ഊട്ടിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3ാമത്തെ ഡെസ്റ്റിനേഷനായിട്ടാണ് ഇവിടേക്ക് വരേണ്ടത്. ഇവിടേക്ക് ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് 10 രൂപ ഉള്ളൂ. വണ്ടി പുറത്ത് പാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ വരുന്നവർക്കൊക്കെ മറ്റേ ഇതുണ്ട്, കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. എത്ര റുപ്യ? 150 റുപ്യ. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു റൗണ്ടൊക്കെ അടിച്ചു തരാൻ പറ്റും കുതിര സവാരി. പിന്നെ 10 റുപ്യ എടുത്തു കഴിഞ്ഞാൽ കുതിരമ്മ കയറിയാണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും.
ബോട്ട് ഹൗസിലാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. നമ്മളെ 4ാമത്തെ ഡെസ്റ്റിനേഷനാണ് ഊട്ടി ബോട്ട് ഹൗസ്. കാരണം എല്ലാവർക്കും അറിയാം, എല്ലാവരും ഊട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം വരല് ബോട്ട് ഹൗസിലാണ്. ഇതിനൊക്കെയുള്ള ടിക്കറ്റ് 15 രൂപയാണ്. പിന്നെ പാർക്കിങ്, പിന്നെ നിങ്ങൾ ബോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പെഡൽ ബോട്ടിന് 150 രൂപ ആണ് കേട്ടോ. 150 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നിങ്ങൾക്ക് ബോട്ടിലൂടെ അങ്ങനെ ഞങ്ങളിപ്പോൾ ബോട്ടിലാണ് ഉള്ളത്. അങ്ങനെ നമ്മളെ ടൈം ഏകദേശം തീരാനായി. നമ്മൾ ബോട്ട് ചെട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടറുള്ളത്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഓരോ കൗണ്ടറിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഏത് ബോട്ടാണോ വേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ആ ബോട്ടിലോട്ട് അവർ കയറ്റി തരും. ബോട്ട് ഹൗസിൽ തന്നെ ഒരു മിനി ട്രെയിൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. 25 രൂപയാണ് ഒരാൾക്ക്. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കയറാൻ പറ്റും. ഞാൻ ഇതിൽ കയറി ഇരിക്കുകയാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ പോകും. നമ്മളെ ഗവൺമെന്റ് റോസ് ഗാർഡൻ ആണ്. ഇതാണ് നമ്മളെ ഊട്ടിയിലെ 5ാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിലോട്ടുള്ള ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപയാണ്. പിന്നെ അതുപോലെ ബൈക്കിനാണെന്നുണ്ടെങ്കിൽ 15 രൂപ, കാറിന് 40 രൂപ പാർക്കിംഗ് കൊടുക്കണം. റോസ് ഗാർഡനിൽ കുറച്ച് അടിപൊളി കാഴ്ചകൾ കാണിച്ചു. റോസ് ഗാർഡനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സീസൺ അല്ല. ഇപ്പം എന്താ ചെടികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാലും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് ഊട്ടിയിൽ വരുന്നവരാരും ഈ റോസ് ഗാർഡൻ ഒരിക്കലും മിസ് ചെയ്യില്ല എന്ന് പറയാം. കാരണം ഊട്ടിയിൽ വരുന്നത് മെയിനായിട്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ, ബോട്ട് ഹൗസ് ഒക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് നമ്മളെ 6ാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് പോകുന്നത്. നിൽക്കുന്നത് കൊടനാടു മൗണ്ടൻ വ്യൂ പോയിന്റിലാണ് കേട്ടോ. ഇവിടെ അടിപൊളി വ്യൂ പോയിന്റാണ്. ഫുൾ കോടമഞ്ഞ് അറിഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. രാവിലെ നമ്മൾ ഊട്ടിയിൽ നിന്ന് ഏകദേശം 5 മണിക്ക് ഇറങ്ങിയതാണ്. 5 മണിക്ക് ഊട്ടിയിൽ വരുന്നവർ എന്തായാലും മിസ് ചെയ്യരുത്. ഭയങ്കര തണുപ്പാണ്. 11 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണിക്കും.
ഫസ്റ്റ് കാണിച്ചിരുന്നത് അവിടെ കയറാണ്ടുള്ള വ്യൂ പോയിൻ്റ് ആണ്. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ബോർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ചുറ്റും വ്യൂ ആണ്. നമ്മൾ ഡോൾഫിനോസ് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വയ്യാണ് കേട്ടത്. ഒരു രക്ഷയില്ല, ഫുള്ള് കോടമഞ്ഞും ചാറ്റലുമായി അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് സിറ്റോട്ടിട്ട് കാണാം, ഫുള്ള് കോടമഞ്ഞ. ഞങ്ങൾ പോകുന്ന റോഡാണിത്. ഊട്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഡോൾഫിനോസ് വ്യൂ പോയിന്റ് കാണാൻ പോകണം. ഊട്ടിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, എന്നാലും ഒരു ദിവസം കൊണ്ട് തന്നെ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡോൾഫിനോസ്. എനിക്കറിയാം, ഞാൻ പോകുന്ന വയ്യൊക്കെ കണ്ടില്ലേ, നല്ല ഫുൾ കോടമഞ്ഞ്. ഞങ്ങളിവിടെ ബൈക്ക് നിർത്തിയതാണ്. ബൈക്ക് ഇവിടെ ഉണ്ട്, ഇതുണ്ടോ, ബൈക്കൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് അതിൻ്റെ ഈ ഞാൻ പോകുന്ന വഴിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ബൈക്ക് അവിടെ ഉണ്ട് കേട്ടോ. മഞ്ഞായിട്ട് കാണില്ല, എടുത്തുള്ളതൊന്നും കാണുന്നില്ല. നമ്മളെ ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഡോൾഫിൻ ഹൗസിലോട്ട് പോവാണ്. ഡോൾഫിൻ ഹൗസിലോട്ട് വരുന്നവർക്ക് ഒരു ഇതും കൂടി ഉണ്ട്. ഹൗസിലോട്ട് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഒരു ലാംസ് റോക്ക് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എങ്ങനെ പോലെ അവിടുത്തെ സ്ഥിതി ഇപ്പോൾ തന്നെ ആയിരിക്കും. ഫുള്ള് കോടമഞ്ഞാണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഡോൾഫിൻ ഹൗസ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ലാംസ് റോക്ക് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതും കൂടി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അടിപൊളി പ്ലേസ്, സെറ്റ്. 11 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഊട്ടിയിൽ. ഇന്ന് ക്രിസ്മസ് 25-ാം തീയതിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഡിസംബർ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്നാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഡോൾഫിൻ ഹൗസിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോൾഫിനോസ് വ്യൂ പോയിന്റിലാണ്. ഇതിന്റെ ബാക്കിൽ കാണുന്നതാണ് ഡോൾഫിനോസ് വ്യൂ പോയിന്റ്. ഫുള്ള് കോടമഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര കോടമഞ്ഞാണ്. സംഭവം അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ. പക്ഷെ ഈ മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഈ സീസൺ ആണല്ലോ, ഈ ക്രിസ്മസും തണുപ്പൊക്കെ ആയതുകൊണ്ട് കോടമഞ്ഞാണ്ട് ഒന്നും കാണാൻ പറ്റില്ല. പറയുന്ന സമയം ഇപ്പോൾ 10 മണി 10:06 എന്നിട്ട് പോലും ഇവിടെ ഭയങ്കര തണുപ്പും കോടമഞ്ഞൊക്കെ മഴയൊക്കെയാണ്. There are two types of manufacturing. One is orthodox and one is CTC. This machine, which is used to crush, so normally you send it to this conveyor and all the sticks will go to that. After that, it will be kept here for fermentation. This is called as Ooty Supreme. That lard is very good for making black tea. In India only we drink tea with milk and sugar. See, these all go to Gulf countries. FOP, FP.